ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളതിൻ്റെ പാർട്ട് 1 കഴിഞ്ഞു. ഇനി പാർട്ട് 2. പാർട്ട് 1 നമ്മൾ 4 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് 5th ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ടുള്ള കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഈ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം അല്ലേ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആ പേര് പോലെ തന്നെയാണ്. നമ്മുടെ കൾച്ചർ, ഒരുപാട് കൾച്ചറുള്ള ഇന്ത്യ ഹാവ് മെനി കൾച്ചറൽ ഗ്രൂപ്പ്സ്, മെനി റിലീജിയസ് ഗ്രൂപ്പ്, മെനി ലാംഗ്വേജസ് ഗ്രൂപ്പ്സ് അല്ലേ. ഇങ്ങനെ ഒരുപാട് ഭാഷ സംസാരിക്കുന്നവരുണ്ട്, ഒരുപാട് മതസ്ഥരുണ്ട്. ഇന്ത്യയിൽ ഹിന്ദു മതമുണ്ട്, മുസ്ലിം മതമുണ്ട്, സിഖ്, ബുദ്ധ, ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലീജിയൻ ഉണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ. ആദിവാസികൾ, ട്രൈബ്സുകൾ, അതുപോലെ വേറെ പല രീതിയിലുള്ള സംസ്കാരം ഉള്ളവർ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ആദിവാസികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിത സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ജീവിത രീതി എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക രീതിയായിരിക്കും. നമ്മളുടെ പോലെ ആയിരിക്കില്ല. അവർക്ക് അവരുടേതായ തനതായ ഭാഷ, തനതായ ഒരു ജോലി എല്ലാം ഉണ്ടാവും അല്ലേ. അവരുടേതായ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പ്സുകളുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില ഗ്രൂപ്പുകൾ ഒരുപാട് ആളുകളുണ്ടാവും, ചില ഗ്രൂപ്പുകളിൽ വളരെ കുറഞ്ഞ ആളുകളാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില മതങ്ങളിൽ ഒരുപാട് ആളുകളുണ്ടാവും, ചില മതത്തിൽ കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് ഹിന്ദു മതത്തിലാണ് ഒരുപാട് ആളുകളുള്ളത്. ബാക്കിയുള്ള മതങ്ങളൊക്കെ ക്രിസ്ത്യൻ, മുസ്ലിംസ്, ഇനിയിപ്പോൾ ബുദ്ധ, സിഖ് ഒക്കെ ആണെങ്കിൽ അത്രത്തോളം ഇല്ല, ഹിന്ദു മതസ്ഥരുടെ അത്ര ഇല്ല. അപ്പോൾ അവിടെ മൈനോറിറ്റി ആയിട്ടാണ് നമ്മുടെ മുസ്ലിംസിൻ്റെ ആണെങ്കിലും ബുദ്ധമതമൊക്കെ വരുന്നത്. അതായത് ഇപ്പോൾ 10 ആളുള്ള ഒരു കൺട്രിയിൽ 8 ആൾ ഹിന്ദു ആണ്, 2 ആൾ മുസ്ലിം ആണെങ്കിൽ അപ്പോൾ മുസ്ലിം മതസ്ഥരെ ഇവിടെ മൈനോറിറ്റി ഗ്രൂപ്പ് എന്നാണ് പറയുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 10 ആളുള്ള സ്ഥലത്ത് 8 ആൾ ലാംഗ്വേജ് മലയാളം ലാംഗ്വേജ് സംസാരിക്കുന്നവരും 2 ആൾ ഹിന്ദി ലാംഗ്വേജ് സംസാരിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഹിന്ദി ലാംഗ്വേജ് സംസാരിക്കുന്നവർ അവിടുത്തെ മൈനോറിറ്റി ഗ്രൂപ്പാണ്. അവരുടെ കുറച്ച് മെമ്പേഴ്സ് അല്ലേ ഉള്ളൂ ആ ഒരു രീതിയിൽ. അപ്പോൾ മൈനോറിറ്റി ആർ സ്മാൾ ഗ്രൂപ്പ്സ് കമ്പയർഡ് ടു അതർ ഇൻ എ റീജിയൻ ഓർ ഹോൾ കൺട്രി. കൺട്രിയുടെ മൊത്തം എടുക്കുമ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ അംഗങ്ങളുള്ള അല്ലേ, കുറഞ്ഞ അംഗങ്ങളുള്ള ഗ്രൂപ്പ്സുകളെയാണ് നമ്മൾ എന്താ പറയുക, മൈനോറിറ്റി എന്ന് പറയാം. അപ്പോൾ മൈനോറിറ്റി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഗ്രൂപ്പ്സുകളാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ ഈ ഒരു അഞ്ചാമത്തെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കുള്ള പ്രൊട്ടക്ഷനാണ് ഈ മൈനോറിറ്റി ഗ്രൂപ്പ്സിനുള്ള. ടു പ്രൊട്ടക്ട് ദെയർ ഐഡൻറ്റിറ്റി മൈനോറിറ്റീസ് ഹാവ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്സ്. അതായത് മൈനോറിറ്റീസ് ഹാവ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അതായത് ഇവരുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ ഓരോ ഗ്രൂപ്പ്സിൻ്റെയും മൈനോറിറ്റി വിഭാഗങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദേ ക്യാൻ പ്രിസേർവ് ദെയർ ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് അവരുടെ ലാംഗ്വേജ്, വ്യത്യസ്ത ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുണ്ടല്ലേ, അവരുടെ ലാംഗ്വേജ്, അവരുടെ കൾച്ചർ, ഇപ്പോൾ ട്രൈബ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ അവരുടെ കൾച്ചർ, അവരുടെ ലാംഗ്വേജ്, അവരുടെ സ്ക്രിപ്റ്റ്, അതായത് എഴുത്ത് രീതിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംരക്ഷിച്ച് പോരാൻ പറ്റും. അത് സംരക്ഷിക്കാനും അത് അവരെ ഉപയോഗപ്പെടുത്താനും ഒക്കെ ഉള്ള എന്തുണ്ട്, അനുവാദം നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ലാംഗ്വേജാണ് മലയാളം തന്നെയാണല്ലേ അവിടുത്തെ കുട്ടികളൊക്കെ പഠിക്കുന്നത്. അല്ലാതെ മുഴുവനായിട്ടും ദേശീയ ലാംഗ്വേജ് ആയിട്ടുള്ള നമ്മുടെ ഹിന്ദിയിൽ തന്നെ ക്ലാസ്സുകൾ പോകണമെന്ന് നിയമമുണ്ടോ? ഇല്ല. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ലാംഗ്വേജ് പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനെ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഉള്ള അവകാശം നമ്മുടെ ഈ ഒരു റൈറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ദേ ആൾസോ ഹാവ് ദ റൈറ്റ് ടു സെറ്റ് അപ്പ് ആൻഡ് മാനേജ് ദെയർ ഓൺ സ്കൂൾ, കോളേജസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഡെവലപ്പ് ദെയർ കൾച്ചർ. അതായത് നമ്മുടെ ഈ ഒരു കൾച്ചർ, ഓരോരുത്തരുടെയും കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൾച്ചറിലുള്ള സ്കൂൾ, ഇപ്പം മതത്തിൻ്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ഓരോ മതാടിസ്ഥാനത്തിൽ അവരുടെ സ്കൂളുകളുണ്ടാവും. മുസ്ലിം സ്കൂള്, ഹിന്ദു അല്ലെ, ഇസ്ലാമിക് സ്കൂളുകളുണ്ടാവും, ക്രിസ്ത്യൻ കൾച്ചറുള്ള, അങ്ങനെ ഓരോരുത്തരുടെയും കൾച്ചറുള്ള സ്കൂളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ നിർമ്മിക്കുന്നതിന് കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ആ ഓരോരുത്തരുടെയും കൾച്ചർ ഇവിടെ നല്ല രീതിയിൽ അവരുടെ കൾച്ചർ അവർക്ക് സംരക്ഷിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യമാണ് ഇതിലൂടെ നൽകുന്നത്. ദിസ് റൈറ്റ് ഹെൽപ്പ് മൈനോറിറ്റീസ് സേഫ് ഗാർഡ് ദെയർ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അവരുടെ കൾച്ചറും അവരുടെ ആ ഒരു വിദ്യാഭ്യാസവും അറിവും അവരുടെ അതെല്ലാം എന്താണ് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സേഫ് ഗാർഡായിട്ട് വയ്ക്കാൻ എന്താണ് നമ്മുടെ ഈ റൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താണ് 6th റൈറ്റിലോട്ട് പോവാം. 6th റൈറ്റ് അതാണ്
സിക്സ്ത് റൈറ്റാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് റൈറ്റ് പ്രൊട്ടക്ട്സ് പീപ്പിൾ ഇഫ് ദെയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ്. കാരണം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ് ആവാനുള്ള കാരണം ബാക്കിയുള്ള എല്ലാ റൈറ്റുകളും വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുന്നത് ഈ റൈറ്റിലൂടെയാണ്. ഇപ്പോൾ ഈ റൈറ്റാണ് നമുക്ക് അത് റീസ്റ്റോർ ചെയ്യാനുള്ള അവകാശം തരുന്നത്. ഇപ്പോൾ അണ്ടർ ആർട്ടിക്കിൾ 32 പീപ്പിൾ ക്യാൻ ഗോ ടു സുപ്രീം കോർട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 32 നമ്മുടെ റൈറ്റുകൾ എന്തെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ അവകാശം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കിട്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ അപ്രോച്ച് ചെയ്യാം, സുപ്രീം കോടതിയെ സമീപിക്കാം. അതുപോലെ ആർട്ടിക്കിൾ 226 എഴുതി വെച്ചിട്ടുണ്ട് ദേ ക്യാൻ ഗോ ടു ഹൈക്കോർട്ടിലേക്കും നമുക്ക് നമ്മുടെ പരാതിയുമായിട്ട് പോവാമെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരാതികളുമായിട്ട് പോയി കഴിഞ്ഞാൽ കോർട്ട് ക്യാൻ ഇഷ്യൂ റീഡ്സ് ടു റീസ്റ്റോർ ദെയർ റൈറ്റ്സ്. അപ്പോൾ അവരുടെ എന്താണ് പരാതികൾ, അതായത് അവരുടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ള റൈറ്റുകൾ റീസ്റ്റോർ ചെയ്യാൻ വീണ്ടും അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കോർട്സുകൾ എന്ത് ചെയ്യും, റിട്സുകൾ പുറപ്പെടുവിപ്പിക്കും. റിട്സ് മീൻസ് ഓർഡേഴ്സ്. കോർട്സ് പുറപ്പെടുവിക്കുന്ന ഓർഡേഴ്സിനെയാണ് നമ്മൾ റിട്സ് എന്ന് പറയാം. അങ്ങനെ ഈ റിട്സിലൂടെ വീണ്ടും അവർക്ക് ആ റൈറ്റ് ലഭിക്കാനുള്ളൊരു അവസരം, അവർക്ക് അതിൻ്റെ റൈറ്റ് നേടിക്കൊടുക്കും കോടതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ റൈറ്റിനെ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഹൃദയവും ആത്മാവും ഒക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഒരു 6ാമത്തെ റൈറ്റ് എന്നാണ് നമ്മുടെ BR അംബേദ്കർ പറയുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മുടെ എല്ലാ ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും റീസ്റ്റോർ ചെയ്യപ്പെടുന്നതും. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് കോടതികൾ പുറപ്പെടുവിക്കുന്ന റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ 5 റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൈറ്റ്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറൻറ്റോ, സെഷ്യോറൈ. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോർട്ട് ഓർഡർ ദാറ്റ് റിക്വയർസ് കസ്റ്റോഡിയൻ of an unlawfully detained person to bring the person before the court. അതായത് ഒരു വ്യക്തിനെ ഇപ്പോൾ എന്നെ ഒരാൾ എന്ത് ചെയ്യാണ്, അൺലോഫുള്ളായിട്ട് എനിക്ക് എന്ത് ചെയ്യാണ്ട് ഇതിലൂടെയൊക്കെ സഞ്ചരിക്കാൻ, നമ്മുടെ ഇന്ത്യയിലൂടെ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എവിടെയും പക്ഷേ ഞാൻ സഞ്ചരിച്ച സമയത്ത് ഒരാൾ പറയാണ് ഒരു ഹോട്ടലിൽ കയറിയത്, അത് ഹിന്ദുസിൻ്റെ ഹോട്ടലായിരുന്നു, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അവിടെ പിടിച്ചടക്കി എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഒരു മുസ്ലിം ആൾ, അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ ഹോട്ടലാണ്, ഒരു ഹിന്ദു ആയിട്ടുള്ള ആൾ അവിടെ എന്താ പറയുക അവിടെ ഹോട്ടലിൽ കയറിയതിന് അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, തടങ്കലിടുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ത് ചെയ്യും, അവർക്കെതിരെ കേസ് കൊടുക്കും. കേസ് കൊടുക്കുന്ന സമയത്ത് ഈ തടങ്കലിട്ട ആളെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഓർഡറാണ് എന്ത്, ഹേബിയസ് കോർപ്പസ്. അതായത് അൺലോഫുള്ളി ആയിട്ട് അന്യായമായിട്ട് ഒരാളെ തടങ്കലിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവരെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ പറഞ്ഞുകൊണ്ട് ഇറക്കുന്ന ഓർഡറാണ് ഹേബിയസ് കോർപ്പസ്. ഇനി നമുക്ക് മാൻഡമസ് എന്താണെന്ന് നോക്കാം. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2ാമത്തെ റൈറ്റ്സ് ആണ്. ആൻ ഓർഡർ ഇഷ്യൂഡ് വെൻ എ കോർട്ട് ഫൈൻഡ് ദാറ്റ് ഓഫീസേഴ്സ് ഫെയിലിയർ ടു പെർഫോം ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഹാസ് ജൂഡൈസ്ഡ് ദ റൈറ്റ്സ് ഓഫ് അനദർ പേഴ്സൺ. അതായത് ഇവിടെ ഒരു ഓഫീസർ അദ്ദേഹത്തിൻ്റെ കറക്റ്റ് ഡ്യൂട്ടി ചെയ്യാത്തത് കാരണം ഒരാളുടെ റൈറ്റ് എന്ത് ചെയ്യാണ്, നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് റൈറ്റുകളുണ്ട് നമ്മളിപ്പോൾ നമ്മളെന്തെങ്കിലും നമ്മളൊരു എക്സാം എഴുതുകയാണ്. ആ എക്സാമിൽ നമ്മൾ പാസ്സാവാൻ നല്ല രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താണ്, അവിടുത്തെ ഓഫീസർ, ആ ഒരു എക്സാമിനർ, ഒരു നമ്മൾ എക്സാം പേപ്പർ നോക്കുന്ന ആളോ അങ്ങനെ അവരെന്തോ കള്ളക്കളി കളിച്ചത് കാരണം നമ്മൾ എന്ത് ചെയ്തില്ല, ഈ PSC എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നില്ല. നമുക്ക് ഉറപ്പാണ് കറക്റ്റ് എന്താണ് നമ്മൾ എന്താ പറയുക, അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേസ് കൊടുക്കും സ്വാഭാവികമായിട്ടും അപ്പോൾ എന്താണ്, ആ ഒരു ഓഫീസറിൻ്റെ ഫെയിലിയറാണ് അവിടെ. അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്തത് കൊണ്ടാണല്ലോ നമുക്ക് തുല്യ അവകാശം എല്ലാവർക്കും ഉണ്ട് ഗവൺമെൻറ് ജോബിൽ. ആ ഒരു തുല്യ അവകാശം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അവിടെ എന്താണ്,
നമ്മൾ ചെയ്തിട്ട് നമുക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിൻ്റെ ഫെയിലിയർ ആയിട്ടുള്ള ഡ്യൂട്ടി കാരണമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇറക്കുന്ന ഓർഡറാണ് എന്ത്? മാൻഡമസ്. അങ്ങനെയുള്ള ഓർഡറുകളാണ് മാൻഡമസ് എന്ന് പറയാം. ഇനി പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഓർഡർ ഓഫ് ദ സുപ്രീം കോർട്ട് ഓർ ഹൈ കോർട്ട് പ്രൊഹിബിറ്റിംഗ് ലോവർ കോർട്ട്സ് ഫ്രം ഹിയറിംഗ് എ കേസ് ഔട്ട്സൈഡ് ദർ ജൂറിസ്ഡിക്ഷൻ. അതായത് ലോവർ കോർട്ടിൻ്റെ കീഴിലൊരു കേസ്, അതായത് അത് അവർക്ക് പരിഗണിക്കാൻ എന്തില്ല, അർഹതയില്ലാത്തൊരു കേസാണ്, പക്ഷെ അത് അവർ പരിഗണിക്കുകയാണ്. അപ്പോൾ അത് തടഞ്ഞുകൊണ്ട്, അത് ലോവർ കോർട്ട് പരിഗണിക്കുന്നുണ്ടത് അറിഞ്ഞ സമയത്ത് സുപ്രീം കോർട്ട് അത് എന്ത് ചെയ്യാണ്, തടഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ഇറക്കുകയാണ്. ഇതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 4th റിട്സ് ആണ് കോവാറൻറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an order issued by a court restraining an officer from holding a position for which he is not entitled. അതായത് ഒരു ഓഫീസർ അദ്ദേഹത്തിന് അർഹതയില്ലാത്തൊരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തടഞ്ഞുകൊണ്ട് ഇറക്കുന്ന ഓർഡറാണ്. അപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ്, സാധാരണ ഒരു പോലീസ് ഓഫീസർ എന്ത് ചെയ്യാണ്, അദ്ദേഹം SI ആയിട്ട് അവിടെ എന്ത് ചെയ്യാണ്, സാധാരണ ഒരു SI ആയിട്ട് സ്ഥാനം ഏൽക്കുകയാണ്. പക്ഷെ അവിടെ അദ്ദേഹത്തിന് SI ആവാനുള്ള ഒരു പൊസിഷൻ ഇല്ല, അദ്ദേഹത്തിന് അതിനുള്ള ഓരോന്നിനും ഓരോ ഇതുണ്ടാവും അല്ലേ, ഇത്ര വർക്ക് ചെയ്താൽ അങ്ങനെ കുറേ ഇതുണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ലാതെ വല്ല കള്ളക്കളിയിലൂടെ അദ്ദേഹം SI ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോവാറൻറ്റോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ഇറക്കാൻ പറ്റും. അങ്ങനെയുള്ള ഓർഡറാണ് എന്ത്, കോവാറൻറ്റോ. നെക്സ്റ്റ് സേഷ്യോററൈ എന്ന് പറഞ്ഞാൽ an order to transfer a case pending in a lower court to high court. അതായത് ലോവർ കോർട്ടിൽ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ചില കേസുകൾ, അങ്ങനെയല്ല പരിഹരിക്കപ്പെടാതെ അങ്ങനെ കിടക്കുന്ന ചില കേസുകളുണ്ടാവും, അത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഹൈ കോർട്ടിലേക്ക് മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ഓർഡറാണ് സേഷ്യോററൈ. അപ്പോൾ ഇത്രയും ഓർഡേഴ്സാണ് നമ്മൾ, അല്ലെങ്കിൽ ഇത്രയും റിട്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറൻറ്റോ, സേഷ്യോററൈ. ഇനി നെക്സ്റ്റ് നമുക്ക്, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ 6 റൈറ്റുകളും പഠിച്ചു, അതായത് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചു, അതിലൂടെയൊക്കെ നമ്മൾ എന്ത് പഠിച്ചു, നമുക്ക് ഒരുപാട് റൈറ്റുകളുണ്ട്, നമുക്ക് അവകാശങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഇനി എന്താണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ, എന്താണ് ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ അല്ലേ. അപ്പോൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ആർക്കാണെന്ന് നോക്കാം നമുക്ക്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഗൈഡ് ദ ഗവൺമെൻറ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. സോഷ്യലും എക്കണോമിക് ജസ്റ്റിസും ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുക. ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ദെയർ ഗോൾ ഈസ് ടു ബിൽഡ് വെൽഫെയർ സ്റ്റേറ്റ് ഫോർ എ ഗുഡ് ഓൾ ഓഫ് പീപ്പിൾ. എല്ലാ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു വെൽഫെയർ ആയിട്ടുള്ള ക്ഷേമരാഷ്ട്രം അല്ലേ, എല്ലാവർക്കും ക്ഷേമരാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതാണ് എന്ത്, ഈ ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ എയിം എന്ന് പറയുന്നത്. വെൽഫെയർ സ്റ്റേറ്റ് മീൻസ്, ഇപ്പോൾ നമ്മുടെ ഒരു കൺട്രി എടുക്കുകയാണെങ്കിൽ അവിടെ എല്ലാവർക്കും അത്യാവശ്യം ഭക്ഷണമുണ്ട്, താമസിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്, അങ്ങനെ എല്ലാ അത്യാവശ്യമുള്ള ബേസിക്കായിട്ടുള്ള എല്ലാ സൗകര്യവും എല്ലാ ആളുകൾക്കും ഉണ്ട് എങ്കിൽ ആ ഒരു സ്റ്റേറ്റ് നമുക്കൊരുവിധം ക്ഷേമരാഷ്ട്രം എന്ന് പറയാം. നമ്മുടെ ഇന്ത്യ എടുക്കുമ്പം ഇപ്പോഴും അത് കംപ്ലീറ്റ് അല്ല, പോപ്പുലേഷൻ റേറ്റ് ഒക്കെ കൂടുതലായതുകൊണ്ട് കുറേ ആളുകൾ ഇപ്പോഴും എന്താണ് അത് കിട്ടാത്ത ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു നാട്ടിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, വെൽഫെയർ സ്റ്റേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുള്ള എയിം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ബിൽഡ് എ വെൽഫെയർ സ്റ്റേറ്റ്, അതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഭരണഘടനയിൽ പാർട്ട് 4 36 മുതൽ 51 വരെ, ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഇതിനെക്കുറിച്ച് പറയണത്. അൺലൈക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ദേ കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ കോർട്സ് ബട്ട് ഗവൺമെൻറ് മസ്റ്റ് ഫോളോ ദം വൈൽ മേക്കിംഗ് ലോസ് ആൻഡ് പോളിസീസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് വയലേറ്റ് ഒക്കെ ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോർട്ടിനെ സമീപിച്ച് അത് രജിസ്റ്റർ ചെയ്യപ്പെടാൻ പറ്റും. പക്ഷേ ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കോർട്ടിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതായത് കോർട്ടിൽ അവിടെ കൊടുക്കാനുള്ള അങ്ങനെ റോൾ ഇവിടെ ഇല്ല.
കാരണം ഇവിടെ കുറച്ച് ഡിറക്ഷൻസ് ആണ്, അത് ഗവൺമെൻറ് ചെയ്യണം എന്നാണ്. ഇന്ന് അഥവാ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് കോടതിയിൽ പോയി പരാതി കൊടുക്കാനുള്ള ആ ഒരു റൈറ്റ് ഇവിടെ നമുക്ക് നൽകുന്നില്ല. അപ്പോൾ അതെന്തിനാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വെൽഫെയർ സ്റ്റേറ്റ് ആവും. കുറേ നിർദ്ദേശങ്ങളുണ്ട്. അപ്പം പറ്റുന്ന രീതിയിലൊക്കെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ്റിന്. കവർ സോഷ്യൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യണം, എന്തെങ്കിലും നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അവർ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം. അതനുസരിച്ച് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് അവർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർദ്ദേശങ്ങളിൽ കവർ സോഷ്യൽ, എക്കണോമിക്, എഡ്യൂക്കേഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ മാറ്റേഴ്സ്. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട, സോഷ്യലായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മാറ്റേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദ ആക്ട് ആസ് ഗൈഡ് ലൈൻ ഫോർ ദ ഗവൺമെൻറ് ടു റൺ ദ കൺട്രി ഓഫ് ഫെയർലി. അതായത് ഫെയർലി ആയിട്ട് നമ്മുടെ കൺട്രി നല്ല രീതിയിൽ റൺ ചെയ്യാൻ, അല്ലേ, നീതിപൂർവ്വം റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗൈഡ് ലൈൻസ് ഗവൺമെൻറ്റിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഈ ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് 3 ഗ്രൂപ്പ്സ് ആക്കിയിട്ട് തരംതിരിക്കാം. ലിബറൽ, സോഷ്യലിസ്റ്റ് ആൻഡ് ഗാന്ധിയൻ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് 3 ഗ്രൂപ്പാക്കി തരംതിരിക്കുക, അല്ലേ. ലിബറൽ, ലിബേർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്, അല്ലേ. ലിബറൽ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ധാരാശയങ്ങൾ, സ്വതന്ത്രപരമായിട്ടുള്ള, അല്ലേ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. ഇത് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കുക. അത് കോടതിയിൽ പോയി പരാതി പറയാനുള്ള റൈറ്റ് ഇവിടെ ഇല്ല. എന്നാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള കൺട്രി ആവും, വെൽഫെയർ ആയിട്ടുള്ള കൺട്രി ആവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ലിബറൽ ഐഡിയാസ് പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ഓരോ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വമാണ്. ഡിറക്ഷൻ പ്രിൻസിപ്പിൾ അവർക്ക് കൊടുത്ത ഡിറക്ഷനാണ്, നിർദ്ദേശമാണ്. അവരെന്ത് ചെയ്യണം, ഇൻ്റർനാഷണൽ പീസ്, സെക്യൂരിറ്റി, പ്രൊട്ടക്ഷനൊക്കെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. ഇൻ്റർനാഷണൽ പീസ് നഷ്ടപ്പെടുന്ന, സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ യുദ്ധത്തെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇൻ്റർനാഷണൽ പീസിനെ നഷ്ടപ്പെടുന്നതല്ലേ. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ യൂണിഫോം സിവിൽ കോഡ് ഫോർ സിറ്റിസൺ. എല്ലാവർക്കും ഒരേ നിയമം, അതായത് പാവപ്പെട്ടതിന് പണക്കാരന് എന്നൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരേ നിയമം തന്നെ പാസ്സാക്കണം. മാക്സിമം എല്ലാവർക്കും നല്ല രീതിയിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് ഒരു നിർദ്ദേശമുണ്ട് പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ഈക്വൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യനീതി, ഈക്വൽ ജസ്റ്റിസ്, അതുപോലെ ഫ്രീ ലീഗൽ ഫ്രീ ആയിട്ടുള്ള നിയമ സഹായങ്ങൾ. അതായത് മാക്സിമം നമ്മൾ കൊടുക്കൂലേ, പക്ഷേ എല്ലായിടത്തും ചില സമയത്ത് വക്കീലുമാർക്കൊക്കെ നമുക്ക് പൈസ കൊടുക്കാറുണ്ട്. അതൊന്നും ഫ്രീ നിയമസഹായം നമുക്ക് ലഭിക്കാറില്ല. പക്ഷേ മാക്സിമം അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കണം എന്നാണ്. എന്നാലും എല്ലാവർക്കും നിയമസഹായം, അല്ലേ, പൈസ ഇല്ലെങ്കിലും നിയമസഹായങ്ങൾ കിട്ടുക. അപ്പോഴാണല്ലോ ഒന്നും കൂടെ വെൽഫെയർ ആവുക നമ്മുടെ കൺട്രി. അതുപോലെ പ്രൊവിഷൻ ഓഫ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ചിൽഡ്രൻ അണ്ടർ 6 years ഓഫ് ഏജ്. അതായത് 6 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവർക്ക് കെയർ, സംരക്ഷണമൊക്കെ നൽകുക. ഇതിൽ നമ്മൾ അംഗൻവാടിയിലൂടെയൊക്കെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. കുറേയൊക്കെ നമ്മുടെ ഗവൺമെൻറ് അതൊക്കെ ചെയ്യുന്നുണ്ട്. എൻവയോൺമെൻറ്റ്, ലൈവ് സ്റ്റോക്ക്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ, അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിനെ സംരക്ഷിക്കുക, അതുപോലെ ലൈവ് സ്റ്റോക്കിലെ കന്നുകാലികളെ സംരക്ഷിക്കുക, വൈൽഡ് ലൈഫ് കൺസർവേഷൻ, അത് വന്യജീവികളെയൊക്കെ സംരക്ഷിക്കുക. ഇതൊക്കെ കുറേയൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചെയ്യാറുണ്ട്, അല്ലേ. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനൊക്കെ ചെയ്യാറുണ്ട്. കുറേ അതിൻ്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങളും, അല്ലേ, നമ്മളോടൊക്കെ പറയാറുണ്ട്. അവിടെ ഇവിടെ പൊല്യൂഷനാക്കാൻ പാടില്ല, പ്ലാസ്റ്റിക്സ് ഒന്നും അവിടെ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിലൂടെയൊക്കെ ഹരിതകർമ്മസേനയൊക്കെ വരുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന് ഭാഗമായിട്ട്. അതുപോലെ ലൈവ് സ്റ്റോക്ക്, കന്നുകാലികളെ വളർത്തുന്നവർക്കൊക്കെ കുറേ സബ്സിഡി കാര്യങ്ങളും സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ വൈൽഡ് ലൈഫിലെ നമ്മുടെ കാട്ടിലെ മൃഗങ്ങളെയൊന്നും കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ നിയമങ്ങൾ നമുക്ക് ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് സോഷ്യലിസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യലായിട്ടല്ലേ ഒരു സമത്വമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആശയങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്, വേജ് ഫോർ ലൈവ്ലിഹുഡ് ഫോർ വർക്കേഴ്സിന്, ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഒരു ഒരു ജീവിതമാർഗത്തിനുള്ള അത്യാവശ്യം ഒരു പണം എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള തൊഴിൽ എല്ലാവർക്കും ആക്കാൻ നമ്മുടെ കൺട്രിക്ക് പറ്റണമെന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന നിർദ്ദേശം. അപ്പം അവരത് ഓരോ ഭരിക്കുന്ന ഗവൺമെൻറ്റും അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
അതുപോലെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ. മെന്നിനും വുമണിനും എന്താണ് ഈക്വൽ പേ കൊടുക്കണം. അതായത് തുല്യ ജോലി ചെയ്യുന്നവർക്ക് തുല്യ ജോലി ചെയ്യുന്നവർക്ക് തുല്യ വേതനം കൊടുക്കണം. ഇതും ഗവൺമെൻറ് ജോലികളിലൊക്കെ ഏകദേശം തുല്യ വേതനം ആയിട്ടുണ്ട് അല്ലേ. ഗവൺമെൻറ് അത് മാക്സിമം നമ്മുടെ സ്ത്രീ പുരുഷ സമത്വമൊക്കെ കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസിലും നമ്മുടെ വർക്കേഴ്സിനും കൂടെ തൊഴിലാളികൾക്ക്, അത് വ്യവസായശാലകളുണ്ടാവും, വലിയ വലിയ ഫാക്ടറികളുണ്ടാവും, അവിടെ മുതലാളിമാരായിരിക്കും കൂടുതലും മാനേജ് ചെയ്യുക. പക്ഷെ അവിടെ നമ്മുടെ വർക്കേഴ്സിന്, അവിടുത്തെ തൊഴിലാളിമാർക്കും കൂടെ അതിൽ അഭിപ്രായം പറയാനും മാനേജ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ്. ചില സ്ഥലങ്ങളിലൊക്കെ അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, പലപ്പോഴും ചില സ്ഥലത്ത് ഉണ്ടാവാറുമില്ല അല്ലേ. അപ്പോൾ അതൊക്കെ കൊടുക്കണമെന്നാണ് നമ്മുടെ നിർദ്ദേശ തത്വത്തിൽ ഗവൺമെൻറ്റിനോട് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഒന്നും കൂടെ നമ്മുടെ കൺട്രി വെൽഫെയറായി എല്ലാ ജനങ്ങളിലേക്കും ഒരു നീതികരമായിട്ട് കാര്യങ്ങൾ എത്തുക എന്നാണ് പറയണത്. അതുപോലെ റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ് തൊഴിലവസരങ്ങൾ എല്ലാവർക്കും നൽകണം. അങ്ങനെ എല്ലാവർക്കും തൊഴിൽ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും തൊഴിലുള്ളവരാവും അല്ലേ. അതുപോലെ ലാസ്റ്റ് വൺ, എൻഷുവർ റെഗുലർ ആൻഡ് ഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. അതായത് നല്ലൊരു രീതിയിലുള്ള ഒരു ഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻ, നമുക്ക് ജോലി ഈ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നല്ലൊരു കണ്ടീഷൻ, ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ അബ്യൂസുകളൊന്നും ഇല്ലാതെ അല്ലേ, നല്ല രീതിയിൽ ജോലി ചെയ്ത് പോരാൻ പറ്റുന്നൊരു കണ്ടീഷൻ നൽകണം. പലപ്പോഴും പല സ്ഥലത്തും ഉണ്ടാവാറുണ്ട്, ചില സ്ഥലത്തൊക്കെ പലരും അബ്യൂസ് ചെയ്യപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ മാക്സിമം നൽകിക്കഴിഞ്ഞാൽ നല്ലൊരു ഗവൺമെൻറ്റാണ്, നമ്മുടെ കൺട്രി നല്ലൊരു വെൽഫെയർ സ്റ്റേറ്റാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രസവാനുകൂല്യങ്ങൾ, പ്രസവ സംബന്ധമായിട്ട് കുറേ സഹായങ്ങൾ, അതുപോലെ തന്നെ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഗവൺമെൻറ് ജോലികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് നിയമം, അവർക്ക് ക്യാഷ് കൊടുത്തിട്ട് തന്നെ ലീവ്, കാരണം പ്രസവ സമയത്ത് ഒരു ആനുകൂല്യമാണല്ലോ അവർക്ക് ആ ലീവ് കിട്ടുക എന്നുള്ളത്. അതുപോലെ വേറെയും കുറേ ആനുകൂല്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ചെയ്ത് തരാറുണ്ട് അല്ലേ. അപ്പോൾ അത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ചെയ്ത് കഴിഞ്ഞാലാണ് നല്ലൊരു വെൽഫെയർ ആയിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് നിർമ്മിക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. ഇനി കൂടാതെ അടുത്തതാണ് നമ്മുടെ ഗാന്ധിയൻ ഐഡിയാസ്. എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ ആശയങ്ങൾ, കുറേ ഗാന്ധിജി കൊണ്ടുവന്ന കുറേ ആശയങ്ങളാണ്. ഈ ആശയങ്ങളും കൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെൽഫെയർ ആവും ഒന്നും കൂടെ നമ്മുടെ കൺട്രി എന്നുള്ളത് കൊണ്ടാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓർഗനൈസ് ഗ്രാമപഞ്ചായത്തുകൾ ഓർഗനൈസ് ചെയ്യണം അല്ലേ. ഇപ്പോഴും ഗ്രാമപഞ്ചായത്തുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഓർഗനൈസ് ചെയ്യപ്പെടാറുണ്ട്. അതുപോലെ ഫോസ്റ്ററിങ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ചെറിയ കുടിൽ വ്യവസായങ്ങളെയൊക്കെ എന്ത് ചെയ്യണം, ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യണം. കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന കുടിൽ വ്യവസായങ്ങൾ, അതായത് വലിയ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ മറ്റുള്ള ചെറിയ വ്യവസായങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കുടിൽ വ്യവസായങ്ങളായിട്ട് നടത്തുന്ന പല കൈത്തറികളും, അതുപോലെ തന്നെ ചെറിയ സ്ഥാപനങ്ങൾ, പിന്നെ നമ്മുടെ കുടുംബശ്രീ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ആളുകൾ നടത്തുന്ന ചെറിയ സംഭവങ്ങളൊക്കെ, അത് കുടുംബശ്രീയിലൂടെയൊക്കെ നമ്മൾ ലോണ് കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ വ്യവസായങ്ങളെയും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഗവൺമെൻറ്റിനോട് കൊടുക്കുന്ന നിർദ്ദേശം. അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, അതായത് കൃഷി, ആനിമൽ ഹസ്ബൻഡറി, മൃഗങ്ങളെ വളർത്തുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷിഭവനിലും നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ലഭിക്കാറുണ്ട് അല്ലേ. കൃഷി ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ ആനിമൽസിനെയൊക്കെ വളർത്തുന്ന ആളുകൾക്ക് സബ്സിഡിയൊക്കെ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രൊഹിബിഷൻ, സബ്സിഡിയൊക്കെ നമ്മുടെ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ കൃഷിയൊക്കെ നടത്തുന്നവർ, ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലികളെ വളർത്തുന്നവർക്ക് എന്ത് ചെയ്യാറുണ്ട്, സബ്സിഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അല്ലേ, ഈ കൃഷികളും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും. ഒന്നും കൂടെ നമ്മുടെ കൺട്രി വെൽഫെയർ ആവും. അതുപോലെ നെക്സ്റ്റ്, പ്രൊഹിബിഷൻ ഓഫ് കൺസപ്ഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് ഇൻജൂറിയസ് ഹെൽത്ത്. അതായത് നമുക്ക് ഹെൽത്തിന് ഇൻജൂറിയസ് ആയിട്ടുള്ള ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സുകൾ, അതുപോലെ ഡ്രഗ്സുകൾ ഒക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം, തടയണം. ഇത് കുറേയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയിൽ പലപ്പോഴും കൺട്രിയുടെ വരുമാനം തന്നെ പറയുന്നത് ചിലപ്പോൾ പല സമയത്തും നമ്മുടെ മദ്യവിൽപ്പനയൊക്കെ തന്നെ ആയതുകൊണ്ട്
നടക്കാറില്ല. പക്ഷേ ശരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രി നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നല്ല വെൽഫെയർ സ്റ്റേറ്റ് ആവില്ലേ? മദ്യമൊക്കെ മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ആരും മദ്യം ഉപയോഗിക്കുന്ന ആളുകളില്ലെങ്കിൽ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നല്ല ആളുകളായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ കുറയും അല്ലേ? അപ്പം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതുപോലെ നെക്സ്റ്റ് അപ്ലിഫ്റ്റ് ഓഫ് സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻ. അതായത് അപ്ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉന്നമനം മറ്റുള്ള സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള കാസ്റ്റിലെ നമ്മൾ ട്രൈബ്സുകളൊക്കെ പറയുന്നു, ആദിവാസി ഇങ്ങനെയുള്ള സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള കുറേ ആളുകൾ, സ്കെഡ്യൂൾഡ് ട്രൈബ്സുകളുണ്ടാവും, സ്കെഡ്യൂൾഡ് കാസ്റ്റ് എല്ലാവരും ഒരുപോലെ ആണെങ്കിലും പണ്ട് കാലത്തെ അവർ താഴ്ന്ന ആളുകളാണെന്ന് പറഞ്ഞ് ജനങ്ങൾ അടിച്ചമർത്തപ്പെട്ട കുറേ ആളുകളുണ്ടല്ലേ, അവരെ ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് ഒന്നും കൂടെ എല്ലാവരും ഈക്വാലിറ്റി ആവുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമുക്ക് എന്ത് കിട്ടാറുണ്ട്, ഈ സ്കെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ പല റിസർവേഷൻസും കിട്ടാറുണ്ട് അല്ലേ? സംവരണങ്ങൾ ജോലിൻ്റെ സ്ഥലത്തും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും എക്സാമിലും ഒക്കെ റിസർവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ നിർദ്ദേശകത്വങ്ങൾ അനുസരിച്ചിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന കാര്യങ്ങളാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസും പഠിച്ചത് കൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഡിഫറൻസ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. എന്നാൽ നമ്മുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ. ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വൽ സ്വാതന്ത്ര്യമാണ് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. മറ്റടുത്ത് എന്താണ്? എൻഷുർ വെൽഫെയർ ഓഫ് സൊസൈറ്റി ആസ് ഹോൾ. അതായത് മൊത്തത്തിൽ, കാരണം ഈ ഡിറക്ഷൻസ് ഒക്കെ ഗവൺമെൻറ് പാലിക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരുടെയും വെൽഫെയർ ആണല്ലോ, എല്ലാവരുടെയും വെൽഫെയർ അവിടെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡിറക്ഷൻസൊക്കെ പാലിക്കുന്നത്. അതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ലിമിറ്റ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സ്ഥാനത്ത് ഗവൺമെൻറ്റിന് പവർ കുറവാണ്. കാരണം നമുക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെ അവർക്ക് പവർ കുറവായിരിക്കും. ഇനി ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡിറക്റ്റ് ദ ഗവൺമെൻറ് ഇൻ ഡ്യൂട്ടീസിൽ അവർക്ക് കൊടുക്കുന്ന കുറേ നിർദ്ദേശങ്ങളാണ്. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടെ വെൽഫെയർ സ്റ്റേറ്റ് ആവും, അങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങളാണ്. അവർ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. അങ്ങനെയാണ് ആ ഒരു ഗൈഡ് ലൈനാണ് ശരിക്കും നമ്മുടെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ക്യാൻ ഗോ ടു സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ഇഫ് വയലേറ്റഡ്. ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് കിട്ടാതെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സുപ്രീം കോർട്ടിലോ ഹൈക്കോർട്ടിലോ ഒക്കെ സമീപിച്ച് നമുക്കത് വാങ്ങിയെടുക്കാൻ പറ്റും. മറ്റത് എന്ത് ചെയ്യാൻ പറ്റില്ല? നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് പറ്റുന്ന രീതിയിലൊക്കെ ഗവൺമെൻറ് ചെയ്യും. ഇനിയിപ്പോൾ അഥവാ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോർട്ടിൽ പോയിട്ട് പരാതി കൊടുക്കാനൊന്നും പറ്റില്ല, അതിനുള്ള റൈറ്റ് നമുക്കില്ല. അതുപോലെ ഡിഫിക്കൽട്ട് ടു അമെൻഡ്മെൻറ്റ്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ എന്തെങ്കിലും ഒരു ഭേദഗതി വരുത്തണം എന്നുണ്ടെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മറ്റത് ഈസിയർ ടു അമെൻഡ്മെൻറ്റ്, മറ്റത് കുറച്ചും കൂടെ എളുപ്പമാണ്. അത് എന്താണ് സിമ്പിൾ പ്രൊസീജിയർ ത്രൂ ലോസിലൂടെ നിയമം പാസ്സാക്കുന്നതിലൂടെയൊക്കെ പലതും എന്ത് ചെയ്യാൻ പറ്റും? മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്താൻ പറ്റും. എൻഷുർ പൊളിറ്റിക്കൽ ഡെമോക്രസി. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ് പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് ഉറപ്പുവരുത്തുന്നത്. അതുപോലെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസിയാണ്. സോഷ്യൽ മൊത്തത്തിലല്ലേ ഈ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു നല്ലൊരു ജനാധിപത്യം, സോഷ്യൽ അതുപോലെ എക്കണോമിക് ഡെമോക്രസിയാണ് ഉറപ്പുവരുത്തുന്നത്. ലാസ്റ്റ് വൺ പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു സിറ്റിസൺ. ഈ റൈറ്റിലൂടെ എല്ലാവർക്കും ലീഗലായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഓരോ സിറ്റിസണിനും നൽകുന്നു നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിലൂടെ. മറ്റൊരു പ്രൊവൈഡ് മോറൽ പോളിസി ആൻഡ് ഗൈഡ് ലൈൻസ് ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഒരുപാട് ഗൈഡ് ലൈൻസും മോറൽ പോളിസിയിലെ ധാർമ്മികതയാണ് ശരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗവൺമെൻറ്, ഒരു മൊറാലിറ്റി ഉള്ള നല്ലൊരു ഗവൺമെൻറ് ആവുക, അതിനുള്ള കുറേ ഗൈഡ് ലൈൻസാണ് ശരിക്കും അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിലുള്ള ഡിഫറൻ്റ് എന്ന് പറയുന്നത്.